കണ്ടോ ഗായ്സ്, എന്താണ് ഈ പെട്ടിയിൽ? അതേ, ഓർഗനൈസറാണ് ഗായ്സ്. ഇന്നലെ രാത്രി 7:30 ആയപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ എവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. രാത്രി നൈറ്റ് എനിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കൊറിയർ വരുന്നത്. നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കൊറിയറായിരുന്നു. അത് പൊളിച്ച് നോക്കണത് രാവിലെ ആയിരുന്നു. അത് രാത്രി എടുത്താൽ ക്ലിയർ ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് രാവിലെയാണ് എടുത്തത്. അതുകൊണ്ട് കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഓർഗനൈസറല്ല, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അറിയാത്തതുകൊണ്ട്. എന്നിട്ട് രാവിലെയാണ് അൺബോക്സിങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല ഓർഗനൈസറാണ്. അത്യാവശ്യം എല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസറാണ്. 5 കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇതൊരു ബ്രൗൺ ഓറഞ്ച് വരുന്ന ഒരു കളറും വൈറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ടേബിള് വൈറ്റ് ആയതിനെ ഞാൻ സൈഡിൽ വെക്കാനും വൈറ്റാണ്. ഞാൻ അതിപ്പോൾ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോ ഒക്കെ ഇൻഷാല്ലാ വരുന്നതായിരിക്കും. അതിന് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കൂട്ടട്ടെ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഓർഗനൈസർ ഇഷ്ടമായി എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് വാങ്ങി നോക്കുക. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കളറും 5 കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല സ്റ്റോറേജാണ്. അപ്പോൾ വേണ്ടവരൊക്കെ ഫ്ലിപ്കാർട്ടിൽ കയറി ഷോപ്പിംഗ് ചെയ്യാം. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.